കാവ്യവൃത്തങ്ങളിൽ ഓമനെ നീ നവമാകന്ത മഞ്ജരിയായിരിക്കും. യേശുദാസിനെയും ജയചന്ദ്രനെയും ശ്രവിച്ച മലയാളിയുടെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ ഭാവങ്ങൾ നിറച്ച് ഒരു ഗായകൻ ചേക്കേറി. ബ്രഹ്മാനന്ദൻ. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിനു വേണ്ടി ദക്ഷിണാമൂർത്തി ശ്രീകുമാരൻ തമ്പി ടീം ഒരുക്കിയ ഒരു മനോഹര ഗാനവുമായി വേദിയിലെത്തുന്നു കാർത്തിക്. താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി നിദ്ര തന്നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. നിദ്ര തന്നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നെഞ്ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. താരകരൂപിണി കാവ്യവൃത്തങ്ങളിലോമനെ നീ നവമാകന്ത മഞ്ജരി ആയിരിക്കും. കാവ്യവൃത്തങ്ങളിലോമനെ നീ നവമാകന്ത മഞ്ജരി ആയിരിക്കും. എൻ മണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും. താരകരൂപിണി ഈ ഹർഷവർഷ നിശീദിനിയിൽ നമ്മൾ ഈണവും താളവും ആയിണങ്ങി. ഈ ഹർഷവർഷ നിശീദിനിയിൽ നമ്മൾ ഈണവും താളവും ആയിണങ്ങി. ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഏറേഴുലകും മഞ്ഞൊരുങ്ങി. താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി കാർത്തിക് നല്ല കുട്ടിയായിട്ട് വൃത്തിക്ക് നിന്ന് പാടിയല്ലേ? പഠിച്ച പോലെ തന്നെ. എന്നിട്ട് ഇടയ്ക്കൊരു സ്ഥലത്ത്
അങ്ങോട്ട് പോയിട്ട് നേരെ ഇങ്ങോട്ട് ചാടി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. താങ്ക് യു ചേച്ചിന്നോ, ഇനി നമുക്ക് ചോദിക്കാം. ശ്രീനി സർ. കാർത്തിക്, രഞ്ജനി ചോദിച്ച ചോദ്യം എന്തായി? എങ്ങോട്ടേക്ക് പോയല്ലോ തിരിച്ചു വന്നു. നന്നായിരുന്നു അത് ആക്ച്വലി. സഡൻലി ആ പ്രസൻസ് മൈൻഡ് വന്നു. ഗ്രേറ്റ് എസ്കേപ്പ് ആയിരുന്നു. അതൊരു വേറൊരു താളത്തിൽ വന്ന് വീണു. ഇപ്പോൾ അതിനി തിരിച്ച് പഠിക്കാനേ പറ്റത്തില്ല, അങ്ങനെ ഒരു രീതിയിൽ വന്നു. അത് വോയിസിന് സ്ട്രെയിൻ ഉണ്ടോ? എന്തു പറ്റി? സംസാരിച്ചാണോ? ഇന്നലെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതാണോ? അല്ല അല്ല അല്ല, ആ, അത് ഈ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പോന്നു. എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞ് ആർത്ത് ഉല്ലസിക്കുന്നത് ഞാൻ കണ്ടു. അല്ല, അത് ബസ്സിൽ അജ്മലിന്റെ അജ്മലിന്റെ അത് കോമഡിയാണ്. കോമഡി അത് തന്നെ. ഹാ 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 ഹാന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു തൊണ്ട നോക്കുന്നില്ല. ട്രാജഡിയാണ്. എൻജോയ് എൻജോയ് ചെയ്യുന്ന സമയം ചെയ്യണം, പക്ഷെ എന്നാലും കോമ്പറ്റീഷൻ എന്ന് വരുമ്പോ തൊണ്ട ചിരി ആക്ച്വലി ഭയങ്കര സങ്കടമാണ്. ചിരിക്കരുതെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചിരിച്ചു, അതാണ് തൊണ്ട ഇങ്ങനെ ഈ ശരത്ത് ഉള്ള കാരണമാണ് നമ്മുടെ ശബ്ദം ഇങ്ങനെ മോശമാവുന്നത്. അതെ, ശരിക്കും. സാരല്ല, ഞങ്ങൾക്ക് ഈ വയസ്സിൽ ചിരിക്കാം. ഇനി തൊണ്ട എന്തെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പാടണ്ട ഇവിടെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ മതി. അവിടെ ശരിയല്ല, ഇവിടെ ശരിയല്ല. ടഫ് ആ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ആ പാട്ടിന്റെ ഫീൽ ഒന്നും. പക്ഷെ ഒരു സംശയം ഉണ്ടല്ലോ, അല്ല ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. എന്തിനാ നോക്കുന്നത്? നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന. പാടി കഴിയുമ്പോ അല്ല, തെറ്റുമ്പോ ശ്രുതി എവിടെയോ പോകുമ്പോ അവിടെ അങ്ങോട്ട് നോക്കും. സംഗതി തെറ്റുമ്പോ നോക്കും, ശരത്തിനെ നോക്കും. അതെന്തിനാ? വൈ? അത് വേണ്ട കാർത്തിക്. വി നാച്ചുറൽ. ഇതിനു മുമ്പ് പാടിയ ആ എലിമിനേഷനിൽ പാടിയ പാട്ടിന് മലർക്കിളി യു നെവർ ബോദർ അബൌട്ട് അസ് നോ. എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള അസാധ്യമായിട്ട് പാടി. അപ്പോൾ ആ അസാധ്യം വരണമല്ലോ. ഇത് വന്നില്ലല്ലോ. ദിസ് വാസ് നോട്ട് അസാധ്യം. ദിസ് വാസ് വെരി നൈസ്. നന്നായിരുന്നു ഡെഫിനറ്റ്ലി. അപ്പോൾ അത് ഇയാളുടെ ശബ്ദം ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇയാൾ പാടുന്നത്. അപ്പോൾ ഈ ഒറിജിനലി ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീലാണ് കിട്ടുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതെപ്പോഴും വേണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഐഡൻറ്റിറ്റി ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എനി സിംഗർ. അതുകൊണ്ട് സംശയം വേണ്ട. ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് പെർഫോമൻസ് കെയിം ഡൗൺ എ നോച്ച്. പിന്നെ കബം സംസാരിക്കാൻ കറക്റ്റാണ് ഈ വോയിസ്, പാടാനല്ല. ഓക്കെ, ഗുഡ് ലക്ക് കാർത്തിക്. ലെറ്റ്സ് സീ. താങ്ക് യു ശ്രീനിസ. സുജാ ചേച്ചി. കാർത്തിക് നല്ലായിരുന്നു. കാർത്തിക് ഡെഫിനറ്റ്ലി ഒറിജിനലിൽ കുറേ സംഗതികളൊന്നും പാടിയില്ല കാർത്തിക്. കാർത്തിക് വേണമെന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ അത് പാടി. ആ താരകയുടെയൊക്കെ ആദ്യത്തെ സംഗതി അതെല്ലാത്ത സ്ഥലത്തും ഉണ്ടല്ലേ. താരന്ന് പാടുന്നുള്ളൂ. അത് പാടണ്ടേ? അങ്ങനെ പേടിച്ചങ്ങനെ പാടിയെന്ന് നോക്കണ്ടേ? രോമാഞ്ചമായിരിക്കും, അത് അവിടെ ഉണ്ടത് ആ സംഗതി. കുറച്ച് തെറ്റുകളുണ്ട് പഠിച്ചത്. പിന്നെ പഠിച്ചത് ഇനിയും അത് ശരിക്കും മനഃപ്പാഠമായിട്ടില്ല. എനിക്ക് തോന്നിയെന്ന് അത് ഒറിജിനൽ സ്പീഡിൽ കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു സംഗതി ഉള്ളല്ലോ, പക്ഷെ സ്ലോ ചെയ്യുമ്പോൾ അതിനകത്തൊന്നുമില്ല. അതുപോലെ അല്ല, അതുപോലെ തോന്നി. പാട്ടോ ഈ പാട്ട് കേട്ട് പോലെ എല്ലാരും കൂടെ കേട്ടു. കുടുംബത്തോടെ മൊത്തത്തില് അല്ല, പിള്ളേരൊക്കെ കൂടെ. അല്ലല്ല, ഇവിടുത്തെ ഗുരുക്കന്മാരും ഗുരുവിനെ ഫാമിലി എക്സ്റ്റെൻഡഡ്. ഗുരു വന്നില്ലായിരുന്നു. അതാ കുഴപ്പം. ജീവൻ ഇന്ന് പനിയൊക്കെയാണ് വലിയ പ്രോബ്ലം. ഏഴിലം പാല എന്ന് പറഞ്ഞ ആ സംഗതി ആക്ച്വലി മോൻ ഒരു തവണ കറക്റ്റായിട്ട് ഫസ്റ്റ് ടൈം കറക്റ്റ്. അത് ഒരു ഡിഫിക്കൽട്ട് സംഗതിയാണ്. ശരത്ത് ഇപ്പൊ തന്നെയാണ് ഞങ്ങളും അത് മനസ്സിലാക്കി ഇങ്ങനെയാണ് സംഗതി എന്ന്. അപ്പൊ അത് മോൻ കറക്റ്റായിട്ട് പാടി. പിന്നെ സംശയമായി, അതുകൊണ്ട് അത് തെറ്റി. പിന്നെ നിദ്രതൻ നീല താരക രൂപിണി രൂപിണി ഒരു സ്റ്റൈലിഷ് ആക്കിയത്. ഹൈവേ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു ഹൈവേയിലേക്ക്. അങ്ങനെ ഏകാന്ത അങ്ങനെ അത്രേ ഉള്ളൂ. അത് അങ്ങനെ കുറച്ച് പഠിച്ചതിൻ്റെ അത് പഠിക്കാൻ. അതാണ് മോൻ പഠിക്കണം.
പാട്ട് പഠിക്കാൻ ആരെങ്കിലും നിങ്ങൾ ശരിക്കും സഹായിക്കണം കേട്ടോ ഇയാളെ. ഇയാള് അത് പഠിച്ച തലയിൽ കയറിക്കഴിഞ്ഞാൽ ഇയാളെ റെൻഡറിങ് വേറെ ലെവലാണ്. അപ്പോ എങ്ങനെയെങ്കിലും തലയിലൊന്നും ആക്കണം നിങ്ങൾ. അതെ, അത് ഡ്രിൽ ചെയ്ത് കേട്ടാനുള്ള ഡിഫിക്കൽട്ടിയേ ഉള്ളൂ. അപ്പൊ അതെല്ലാവരുടെയും സഹായം തേടുക. മോൻ അസലായിട്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇയാള് പാടുമ്പോ ഒരു സുഖം, അത് പറയാതിരിക്കാൻ പറ്റും. അമേസിംഗ് വോയിസ് ആണ്, ഭയങ്കര ഒരു ഫീലാണ്. താങ്ക് യു ചേച്ചി. ശരത് സാർ. കാർത്തിക് സാർ. സുഖമാണോ കാർത്തിക്കിന്? സുഖം. 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 അപ്പോൾ എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. എനിക്കെന്നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പ്രത്യേകിച്ച് ഇതാരാ പാടിയെന്നറിയാമല്ലോ. അപ്പം ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയ പാട്ടുകൾ പിന്നെ അദ്ദേഹം പാടിയാലേ കേൾക്കാൻ കൊള്ളാവും. അങ്ങ് ഒരു ശബ്ദമാണിത്. ആ ശബ്ദത്തിലല്ല വേറെ ആര് പാടിയാലും നമുക്കൊരു എന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നും. അപ്പോൾ ബ്രഹ്മാനന്ദൻ ചേട്ടൻ ഇപ്പം നമ്മളൊപ്പം ഇല്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. അമ്മ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇത് ഇവർ പറഞ്ഞ പോലെ എനിക്കും ഒറിജിനലാണോ എന്നാ അല്ല, എന്നാ അല്ലേ ആണ്. അങ്ങനെയുള്ളൊരു വല്ലാത്ത അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷ. ശരിയാടോ? ശരിയാണ്. അതാണ് ഞാൻ എൻ്റെ അമ്മ മലയാളം BA ആണ്. അതിൻ്റെ ഒരു ചെറിയ സംഭവമാണിത്. മോനെ ഇത് ഈ താരകരൂപിണി തുടക്കം ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെ അങ്ങ് വിശന്ന് കിടക്കുന്ന താരകരൂപിണി വേണ്ട. കുറച്ച് വല്ലപ്പോഴും ചാപ്പാടൊക്കെ കഴിച്ചിട്ട് ഒരു താരകരൂപിണി ആവാം. അതെന്താ പാടാത്ത? അതിന് തൊട്ടുമുമ്പത്തെ വരി ഇടറിയായിരുന്നു. ഇടറുന്ന എന്തിന്? ആദ്യത്തെ തൊട്ട് മുമ്പിൽ ഒന്നുമില്ല. അല്ല, ആദ്യത്തെ ചരണം പാടി നിർത്തിയിട്ട് രണ്ടാമത് താരകരൂപിണി തുടങ്ങുന്നതിന് മുമ്പ് ആ താരകരൂപിണി മൊത്തത്തിൽ ക്ഷീണിതയായിരുന്നു. അതല്ലാണ്ട് കുറച്ച് ഒരു അതിനൊരു ബലം ഒന്ന് കറക്റ്റായിട്ട് പാടും. താരകരൂപിണി നീ എന്നുമെന്നുടെ. അതെന്താണ്? നീ എന്നുമെന്നുടെ എന്നുടെ. അവിടെ ഒരു കിരികിര ഒരു സമാചാരം അവിടെ കിടക്കുന്നു. നീ എന്നു എന്നുടെ 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 എന്നുടെ. അതൊന്ന് സൂചിപ്പിച്ച് നല്ലതാക്കിയേ. നീ എന്നുമെന്നുടെ. കുറച്ചും കൂടെ നന്നാക്കണത്. എന്നുടെ 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 എന്നുടെ. നീ എന്നുമെന്നുടെ. ഭാവന രോമാഞ്ചമായിരിക്കും. ഭാവന രോമാഞ്ചമായിരിക്കും. അടുത്ത ഏകാന്ത 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 ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാല. ക്ലാരിറ്റി. ഏഴിലം പാല പൂവാ. ഒന്നുകൂടെ സൂചിപ്പിച്ചാണ്. അത് കൊള്ളാം. കാര്യം ആരും അങ്ങനെ അത്ര ഡീറ്റെയിൽ പാടത്തില്ല. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ മോനെ. എനിക്ക് എൻഡിങ് ഒന്ന് പാടി നീ ഒന്ന് സൂചിപ്പിക്കൂ പ്ലീസ്. താരകരൂപിണി. താരകരൂപിണി നീ. ഓക്കെ, അത് നിർത്തി കൊള്ളട്ടെ മോനെ. നിദ്ര തന്നെ എന്താണ് അങ്ങനെ ശ്രുതി ചേരാണ്ടായിപ്പോയത്? നിദ്രതൻ നിദ്രതൻ ഒന്നിവൻ നിദ്രതൻ നീ പറഞ്ഞ നിദ്രതൻ നീ ഏതെങ്കിലും ഒരെണ്ണം നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. അടുത്തത് അടുത്തത് അടുത്തത്. സ്വപ്ന നക്ഷത്രമേ നിൻചിരി. ഒന്നിട്ട് പഠിക്കാം. സ്വപ്ന നക്ഷത്രമേ മേ മേ. അത് കൂടെ പോളിഷ് ചെയ്താണ്. അടുത്തത് നിൻചിരിയിൽ സ്വർഗ നിൻചിരിയിൽ സ്വർഗ ചിത്രങ്ങളിൽ ചിത്രങ്ങളിന്നും ഞാൻ. ചേച്ചി ചിത്ര ചേച്ചി കേസ് കൊടുക്കും.
പാട്. ചിത്രങ്ങൾ ഇന്നും ഞാൻ കണ്ടു നിൽക്കും. തേർഡ് ചരണം പാടിക്കും മോനെ. ഈ ഹർഷവർഷ നിശീദിനി നിശീദിനിയിൽ 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 ഈണവും താളവും ഇണങ്ങി. ശബ്ദം ഒട്ടുമില്ല കേട്ടോ. എന്തോ ഒരു കാറ്റ് വെച്ചടിക്കുന്നവനായിരിക്കും. അതെ, മോൻ പാടുന്നോണം ഒരു സാധനം കേൾപ്പിച്ചേരാ പ്ലീസ്. കാറ്റാ കൊടുത്തത്, സോസിനേക്കാളും കൊടുത്തത്. താങ്ക് യു ഡാർലിംഗ്. പ്ലീസ് ടേക്ക് റെസ്റ്റ്. 50,000 rupees. ഫോർ വാട്ട്? For this. ഞങ്ങൾ സഹിച്ചില്ല അണ്ണ, പ്ലീസ് അണ്ണ. ഞങ്ങൾക്ക് ഒരു 1000 രൂപ. These are my charges. ഓക്കെ, ഞാൻ തരാം എങ്ങനെയെങ്കിലും. അപ്പോൾ ഇതാണ് ഈ ഒരു, അത് കുറേ കൂടെ മോനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശബ്ദം പൂവല്ലേ കിടന്ന്. നിങ്ങളെന്തിനൊക്കെ നിലവിളിക്കുന്നത്? ഇങ്ങനെയാണോ ചിരിക്കുന്നത്? ഘടോൽക്കജനോ ഇങ്ങനെ ചിരിക്കാൻ? നമ്മൾ സാധാരണ നമ്മളെപ്പോഴും ഈ ശബ്ദം കൊണ്ട് നമുക്ക് പാടേണ്ടതാണെന്നുള്ളത് വെച്ചിട്ട് ചിരിച്ചോ? അത്ര മതി. ഇതൊരു ചിരിയല്ലേ? അല്ലേ? ആണെന്ന്. ഇതൊന്നും ചിരിയല്ല. മോ ചിരിച്ചോട്ടെ. ഈ പ്രായം ചിരിക്കാനുള്ള നമ്മൾ അങ്ങ് അന്തം വിട്ട് ചിരിക്കരുത് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ കൺട്രോളൊക്കെ പോകും കേട്ടോ. രഞ്ജിനി ഒരു സ്കൂൾ വെച്ചിട്ടുണ്ട് ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ. അവിടെ ചേർന്ന് പഠിച്ചോളൂ. അതോടെ ഒക്കെ ശരിയാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാം. താങ്ക് യു സർ. സ്കോർസ് അറിയാം? അറിയാം. ശ്രീനി സർ. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി ഈ ക്ലാസ്. 27 ആയിരുന്നു. 27.5 on 30. ശരത് സർ. എത്ര മാർക്ക് വേണം കുഞ്ഞെ നിനക്ക്? നമുക്ക് പ്രതീക്ഷയല്ല. ഈ ഇപ്പം പാടിയത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പാടുകയാണ്. മോൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എത്ര മാർക്ക് തരും എനിക്ക്? ഞാൻ സാറിന് 30 മാർക്ക്. ഡേ പോടായിരുന്നു. ചുമ്മാ കള്ളത്തിനും പറയുന്നതിനില്ലേ, സത്യസന്ധമായിട്ട് പറയണം. ഇപ്പം ഞാൻ അവന്ന് ഇങ്ങനെ പാടിയെങ്കിൽ ഇങ്ങനെ ശബ്ദമൊക്കെ അടി നിലവിളിച്ച് കൂവിയിട്ടൊക്കെ ശബ്ദവും ഇല്ല. അപ്പം എത്ര മാർക്ക് തരും? 27. ചേച്ചി പറയുന്ന ഞാൻ കൊടുക്കാം. ഒരു എഴുതിട്ട് തരാനത് ആദ്യമായിട്ട് കഴിഞ്ഞോ സർ? കിടന്ന് മൂവി എനിക്കതൊട്ടും ഇഷ്ടമായില്ല. $26.5 on 30. Thank you, Sharat sir. Suja Chechi. 27 on 30. Thank you, Suja Chechi. 81 on 90. ഇനി നമുക്ക് ഓവറോൾ 10-ൽ എത്ര കിട്ടിയെന്ന് നോക്കാം. 8 on 10. 89 on 100.